എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തേക്കുള്ള NSSൻ്റെ പുതിയ വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള രീതികളിലൂടെയാണ് കുട്ടികളെ ടെസ്റ്റ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ NSSലേക്ക് എടുക്കാറുള്ളത്. അപ്പോൾ ചിലയിടങ്ങളിൽ NSSൻ്റെ റിട്ടൺ ടെസ്റ്റ് വഴി ആണ് കുട്ടികളെ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൂടെ ഉള്ള റിട്ടൺ ടെസ്റ്റ് കൂടി NSSലേക്ക് കുട്ടികളെ എടുക്കുന്നതിന് ഉള്ള മാനദണ്ഡമായിട്ട് വരുന്ന സ്കൂളിലെ കുട്ടികൾ, NSSൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം സ്കൂളുകളിലെ കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആണെന്ന്. NSSൻ്റെ റിട്ടൺ ടെസ്റ്റിന്, NSSലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളായിരിക്കും ഇന്ന് പറയുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുകൾ കൂടി വരുന്നുണ്ടാവും. പിന്നെ ഇൻ്റർവ്യൂവിലും മറ്റൂടെ ഒക്കെ കുട്ടികളെ എടുക്കുന്ന സ്കൂളുകളുണ്ട്. അപ്പോൾ അത്തരം ഇൻ്റർവ്യൂകളിൽ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോയും ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NSSൻ്റെ റിട്ടൺ ടെസ്റ്റിനുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. NSSൻ്റെ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. രണ്ട് രീതികളിൽ NSSൻ്റെ റിട്ടൺ ടെസ്റ്റ് നടത്താറുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നേക്കുന്ന പോലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഉത്തരം എഴുതുകയായിരിക്കും. ചിലയിടങ്ങളിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങളിപ്പോൾ NSSൽ ചേർന്നാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള തരത്തിൽ എസ്സേ പോലെയൊക്കെ എഴുതാൻ പറയുന്ന തരത്തിലും പലയിടങ്ങളിലും നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ റിട്ടൺ ടെസ്റ്റിന് ചോദിക്കുന്നെങ്കിൽ ഇത് ഉപകാരപ്പെടും. അതല്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു ചെയ്യുക. കാരണം NSSൻ്റെ ഇൻ്റർവ്യൂവിനും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ NSSൽ പ്രവേശനം നേടണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്നോടൊപ്പം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോവുകയല്ല, നിങ്ങളെ പഠിപ്പിച്ച് തന്നെ പോവും. അപ്പോൾ കൂടെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, നമ്മൾ NSSൻ്റെ ഭാഗമാകുമ്പോൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം NSSൻ്റെ പൂർണ്ണരൂപം എന്ത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി NSSൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ NSSനെ കുറിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. സിമ്പിളാണ്. നാഷണൽ സർവീസ് സ്കീം. ദേശീയ തലത്തിൽ കുട്ടികളെ സേവന സന്നദ്ധരാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് NSS എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരു സംഘടനയുടെ പേര് പൂർണ്ണരൂപവും അതുമായി ബന്ധപ്പെട്ടാണല്ലോ. ദേശീയ തലത്തിലായതുകൊണ്ട് തന്നെ നാഷണൽ എന്നുള്ളതുണ്ട്. ദെൻ അത് സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, സേവനം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സർവീസ് എന്നതുകൊണ്ട്, പിന്നെ സ്കീം എന്ന വേർഡ് കൂടി. സോ NSSൻ്റെ പൂർണ്ണരൂപം നാഷണൽ സർവീസ് സ്കീം എന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദെൻ അടുത്തതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, NSSൻ്റെ ആപ്തവാക്യം എന്ത്. ഇത് NSSൻ്റെ റിട്ടൺ ടെസ്റ്റുകളിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നിങ്ങൾ ചെന്നിരിക്കുമ്പോഴൊക്കെ സാധാരണയായി ചോദിച്ച് കാണാറുള്ളൊരു ചോദ്യമാണ് NSSൻ്റെ ആപ്തവാക്യം അല്ലെങ്കിൽ NSSൻ്റെ മോട്ടോ എന്താണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കുട്ടികളിൽ സേവന സന്നദ്ധത, അതായത് സമൂഹത്തിലെ സേവന സന്നദ്ധത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സർവീസ് സംഘടന അല്ലെങ്കിൽ NSS കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശവും അല്ലെങ്കിൽ അതിൻ്റെ മോട്ടോവും അതിൻ്റെ ഉദ്ദേശവുമായി ചേർന്ന് നിൽക്കുന്നതായിരിക്കും. എൻ്റെ മോട്ടോ വരുന്നത് നോട്ട് മീ ബട്ട് യു എന്നതാണ്. ഇപ്പോൾ സർവീസ് സൗജന്യമായി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല, ചെയ്യുന്ന എനിക്ക് വേണ്ടിയിട്ടല്ല, അത് സമൂഹത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് അതിൻ്റെ മോട്ടോയും, നോട്ട് മീ ബട്ട് യു. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു ലോജിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. NSS എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് സേവനം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരിക്കലും നമുക്ക് ഉപകാരപ്പെടുന്നതല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നോട്ട് മീ, എനിക്ക് വേണ്ടിയല്ല, ബട്ട് യു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു സന്ദേശമാണ് NSS നൽകാൻ ആഗ്രഹിക്കുന്നത്. NSSൻ്റെ ആപ്തവാക്യം എന്തെന്ന് ചോദിച്ചാലും NSSൻ്റെ മോട്ടോ എന്തെന്ന് ചോദിച്ചാലും ഈ ഉത്തരം തന്നെ എഴുതുക, നോട്ട് മീ ബട്ട് യു. അപ്പോൾ കൂടെ തന്നെ പഠിച്ചു പോവുക. നോട്ട് മീ ബട്ട് യു എന്നതാണ് NSSൻ്റെ ആപ്തവാക്യം. ഓക്കെ, NSSൻ്റെ പൂർണ്ണരൂപം നാഷണൽ സർവീസ് സ്കീം. ദെൻ NSSൻ്റെ ആപ്തവാക്യം നോട്ട് മീ ബട്ട് യു. ദെൻ അടുത്ത ചോദ്യം, നോട്ട് മീ ബട്ട് യു എന്നത് ആരുടെ പ്രബോധനമാണ്. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട്. കുറച്ച് ഹാർഡായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളുടെ എക്സാം കുറച്ച് ടഫാക്കുക അല്ലെങ്കിൽ ഒരു ടഫായിട്ടുള്ള ചോദ്യം ഉൾപ്പെടുത്തണമെന്നൊക്കെ വരുമ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്വാമി വിവേകാനന്ദൻ, നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ചരിത്ര പുസ്തകങ്ങളിലും മറ്റുമൊക്കെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള സിനിമയിൽ, സന്ദേശ സിനിമയിലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ. അതേ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രബോധനമാണ് നോട്ട് മീ ബട്ട് യു എന്നത്. ഇതാണ് NSSൻ്റെ ആപ്തവാക്യം. അപ്പോൾ NSSൻ്റെ ആപ്തവാക്യം നോട്ട് മീ ബട്ട് യു, ഇത് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ,
അപ്പോൾ ആ ഒരു കണക്ഷനിൽ പഠിച്ചു വയ്ക്കുക. കാണാതെ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും സിമ്പിൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കിയൊക്കെ പഠിച്ചു വയ്ക്കുക. സിമ്പിളാണ്, ഇത് എത്ര കോഡ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, തിരിഞ്ഞു പോകുന്നതും അല്ല. ഓക്കെ, നോട്ട് മീ ബട്ട് യു എന്നാണ് NSSൻ്റെ ആപ്തവാക്യം. അത് മുന്നോട്ട് വെച്ച് ആരുടെ പ്രബോധനമാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ്റേതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോട്ട് മീ ബട്ട് യു മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്ത്? ഇത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ സാധാരണ വരാറൊന്നുമില്ല, പിന്നെ ജസ്റ്റ് ഉൾപ്പെടുത്തിയതാണ്. ഞാൻ എന്ന വ്യക്തിയേക്കാൾ പ്രാധാന്യം സമൂഹത്തിന് നൽകുക. നോട്ട് മീ ബട്ട് യുടെ മലയാളമാണത്, എന്നാലും അതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തി എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളിലുപരി എൻ്റെ സമൂഹത്തിന് നേട്ടം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുക. ഈ ഒരു ഉദ്ദേശമാണ് അല്ലെങ്കിൽ ഈ ഒരു ആശയമാണ് നോട്ട് മീ ബട്ട് യു എന്നൊരു പ്രബോധനം അല്ലെങ്കിൽ ആ ഒരു മോട്ടോ മുന്നോട്ട് വയ്ക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം, NSSൻ്റെ അല്ലേ, ഞാൻ എന്ന വ്യക്തിയേക്കാൾ പ്രാധാന്യം സമൂഹത്തിന് നൽകുക എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന NSSൻ്റെ മോട്ടോ എന്ത്? ഇങ്ങനൊരു ചോദ്യം ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തേക്കാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് റിട്ടേൺ ടെസ്റ്റിന് വന്നേക്കാം. അപ്പോൾ ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് NSS ക്വിസിനും NSSൻ്റെ റിട്ടേൺ ടെസ്റ്റിനും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനും ഒക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. NSS ആരംഭിച്ച വർഷം പഠിച്ചു വെച്ചേ പറ്റൂ. അത് 1969 ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഈ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികത്തിലാണ് NSS ആരംഭിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഉത്തരം ഗാന്ധിജിയുടെ 100ാമത്തെ ജന്മവാർഷികത്തിലാണെന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഗാന്ധി ക്വിസിനോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മഹാത്മാഗാന്ധി ജനിച്ച വർഷം 1869. ഓക്കെ, അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ NSS ആരംഭിച്ചത് മഹാത്മാഗാന്ധി ജനിച്ച അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തിലാണ്. അപ്പോൾ 1869 100 കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ എത്രയാണ് വരിക? 1969. അപ്പോൾ 1969 മഹാത്മാഗാന്ധിയുടെ 100ാം ജന്മവാർഷികത്തിലാണ് NSS ആരംഭിച്ചത്. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കുക. ഈ രണ്ടിലേതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കും. ഒന്നെങ്കിൽ ഏത് വർഷം, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ ജന്മവാർഷികത്തിനാണ് NSS ആരംഭിച്ചത്, അല്ലെങ്കിൽ 1969 ആരുടെ 100ാം ജന്മവാർഷികത്തിനാണ് NSS ആരംഭിച്ചതെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിൻ്റെ ഉത്തരം ഗാന്ധിജി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒന്നെങ്കിൽ NSS ആരംഭിച്ച വർഷം 1969. അതിന് ആ വർഷം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഗാന്ധിജി ജനിച്ച വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ജനിച്ച വർഷത്തിൻ്റെ 100 വർഷം കൂട്ടിയാൽ മതി. ഗാന്ധിജി ജനിച്ചത് 1869, NSS ആരംഭിച്ച 1969. ദെൻ ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തിലാണ് NSS ആരംഭിച്ചത്. ഈ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഈ ഇത്രയും ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെയാണ്. ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഗാന്ധിജി ജനിച്ചത് 1869 പറഞ്ഞു. അപ്പോൾ എന്നാ ജനിച്ചതെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 2 നമുക്കറിയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും 100ാം ജന്മവാർഷികത്തിലെന്ന് പറയുമ്പോൾ 1969 ഒക്ടോബർ 2 NSS സ്റ്റാർട്ട് ചെയ്തത് എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും വരാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. NSS സ്റ്റാർട്ട് ചെയ്തത് 1969 സെപ്റ്റംബർ 24 ഒക്ടോബർ 2 ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു കാര്യം തിരിഞ്ഞു പോകാതെ നോക്കുക. NSS ആരംഭിച്ചത് ഗാന്ധിജി ജനിച്ച് 100 വർഷം കഴിഞ്ഞിട്ടുള്ള വർഷത്തിലാണ്. 1969 മാത്രമേ വരത്തുള്ളൂ, ഒക്ടോബർ 2 വരത്തില്ല. ഈ ഡേറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചോ. NSS ആരംഭിച്ചത് 1969 സെപ്റ്റംബർ 24. ആ ഡേറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സെപ്റ്റംബർ 24 NSS ദിനമായി ആചരിക്കുന്നത്. നിങ്ങൾ NSSൻ്റെ ഭാഗമായ എല്ലാ വർഷവും സെപ്റ്റംബർ 24 വിവിധങ്ങളായിട്ടുള്ള വർക്കുകൾ നിങ്ങളുടെ സ്കൂളിലുണ്ടാവും, ആഘോഷങ്ങളുണ്ടാവും. അത് NSS യൂണിറ്റുകൾ എല്ലാ സ്കൂളുകളിലും നടത്താറുമുണ്ട്. സോ NSS ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1969 സെപ്റ്റംബർ 24. NSS ദിനം എന്നെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 24. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കുക. ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തിലാണ്. വർഷം മാത്രമേ വരുള്ളൂ, ഡേറ്റ് ബന്ധമില്ല. ഒക്ടോബർ 2 NSSന് യാതൊരു ബന്ധവും നിലവിൽ നിങ്ങൾ പഠിക്കേണ്ടതില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. NSS ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാരാണ്? ഓക്കെ, അത് സാധാരണ ചോദിച്ച് കാണാറുള്ളൊരു ചോദ്യമാണ്. ഉത്തരം VKR റാവു ആണ്. ഓക്കെ,
NSS ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് VKR റാവു ആണ്. അദ്ദേഹം അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മേജർ ഇനിഷ്യേറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് NSS എന്നത്. NSSൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചതിൽ വലിയൊരു പങ്ക് VKR റാവുവിനുണ്ട്. സോ 1969 ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന VKR റാവു ആണ് NSS ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ആരാണ്? VKR റാവു. ഓക്കെ, നിങ്ങൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ +1 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ +1 എക്കണോമിക്സിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒരു പേരാണ് VKR റാവു. സോ ഇപ്പോഴേ വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. NSSന് ഇങ്ങനൊരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. NSS ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് VKR റാവു ആണ് 1969. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കണമെന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം ഗാന്ധിജി. ഓക്കെ, സോ NSSൻ്റെ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു എളുപ്പവഴിക്ക് പറഞ്ഞുതരാം. NSSൻ്റെ ലക്ഷ്യങ്ങളുണ്ടല്ലോ, ഒന്നെങ്കിൽ കുട്ടികളെ സേവന സന്നദ്ധരാക്കുക, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നന്മ പടർത്തുന്ന രീതിയിൽ സേവനം പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയ പുനർനിർമ്മാണ പ്രക്രിയയിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുക. ഇത്തരത്തിലുള്ള NSSൻ്റെ ലക്ഷ്യമായിട്ടുള്ള ആശയങ്ങൾ എന്തെങ്കിലും ആരാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ അത് മിക്കാറുള്ളതും ഗാന്ധിജി ആയിരിക്കും. ഒരുവിധം എല്ലാം ഗാന്ധിജി ആയിരിക്കും. സോ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പം മറ്റെന്തെങ്കിലും ആശയമാണ് തന്നിട്ട് ആര് മുന്നോട്ട് വെച്ചു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പേരെഴുതുക. ഇനി നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ ആ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, ആ ഒരു ആശയം നിങ്ങൾ കേട്ടിട്ടില്ല, ആരാണ് മുന്നോട്ട് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഗാന്ധിജി എന്ന് തന്നെ എഴുതിക്കോ. 90% ആ ഉത്തരം ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഇൻ്റർവ്യൂവിലാണെങ്കിൽ അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് തന്നെ പറയാം. തെറ്റുത്തരം പറഞ്ഞ് വെറുതെ ഇംപ്രഷൻ കളയാതിരിക്കുക. ഓക്കെ, സോ മിക്കവാറുള്ള ഇത്തരത്തിലുള്ള NSSൻ്റെ ലക്ഷ്യമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചതും മഹാത്മാഗാന്ധി തന്നെയാണ്. ആ ഒരു സെൻസിലെടുത്ത് നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദെൻ NSS പദ്ധതി എത്രാം ക്ലാസ് തൊട്ടാണ് ആരംഭിക്കുന്നത്? നിങ്ങളിപ്പോൾ +1 വിദ്യാർത്ഥികളായിരിക്കും ഈ വീഡിയോ കാണുന്നതിൽ വലിയൊരു ശതമാനം, ചിലപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുണ്ടാവാം. സോ NSS ആരംഭിക്കുന്നത് +1 ക്ലാസ് മുതലാണ്, അല്ലെങ്കിൽ 11ാം ക്ലാസ് മുതലാണ്. നിങ്ങൾ NCCയോ SPCയോ ഒക്കെ പോലെ 8ാം ക്ലാസ് തൊട്ടൊന്നും എന്ത് ചെയ്യില്ല, NSS ഉണ്ടാവില്ല. NSS ആരംഭിക്കുന്നത് +1 ക്ലാസ് മുതലാണ്. പഠിച്ചു വെച്ചേക്കാം, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു NSS സന്നദ്ധ പ്രവർത്തകൻ അല്ലെങ്കിൽ NSS വോളണ്ടിയർ 2 വർഷ കാലയളവിൽ എത്ര മണിക്കൂർ സാമൂഹ്യ സേവനം ചെയ്യണം? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ NSSൻ്റെ ഭാഗമായാൽ നിങ്ങളിത് അറിയും. ഓക്കെ, നിങ്ങൾ +1 +2 പഠിക്കുകയാണെങ്കിൽ +1ന് നിങ്ങൾ 120 മണിക്കൂർ പണിയെടുക്കണം, നിങ്ങൾ +2ന് 120 മണിക്കൂർ പണിയെടുക്കണം. അപ്പോൾ അതൊക്കെ ആലോചിച്ചും കണ്ടൊക്കെ NSSന് പോവുക. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയത്. നിങ്ങൾ 240 മണിക്കൂർ സേവനം ചെയ്തേ പറ്റൂ NSSൻ്റെ ഭാഗമായാൽ 2 വർഷം കൊണ്ട്. ഇത് നിങ്ങളുടെ ഡയറിയിലൊക്കെ എഴുതണം. അതും 3 തരം ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 120 മണിക്കൂറാണ് ഒരു വർഷം നിങ്ങൾ പ്രവർത്തനം ചെയ്യേണ്ടത്. അതിൽ 70 മണിക്കൂർ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ ഏർപ്പെടണം, 30 മണിക്കൂർ ക്യാമ്പസ് വർക്കാണ്, 20 മണിക്കൂർ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. സോ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും NSSൽ ഉണ്ടാവുക. സോ NSSൽ നിങ്ങൾ 2 വർഷം കൊണ്ട് 240 മണിക്കൂർ സേവനം ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെച്ചേക്കുക. ദെൻ NSSനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്യാം, അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ദെൻ NSSൻ്റെ ചിഹ്നത്തിലെ 8 ആരക്കാലുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? NSSൻ്റെ ചിഹ്നം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ NSSൻ്റെ ചിഹ്നം കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ചെയ്തൊന്നും നോക്കണ്ട. ഇതാണ് NSSൻ്റെ ചിഹ്നം, നിങ്ങൾ ഈ കാണുന്നതാണ് NSSൻ്റെ ചിഹ്നം. നമ്മുടെ ചോദ്യം വരുന്നത് എവിടെ? ഓക്കെ, നമ്മുടെ ചോദ്യം വരുന്നത് NSSൻ്റെ ചിഹ്നത്തിലെ 8 ആരക്കാലുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം വരുന്നത് ഒരു ദിവസത്തിലെ 8 യാമങ്ങളെയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു 8 ആരക്കാലുകൾ കാണാനായിട്ട് കഴിയും. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 8 ആരക്കാലുകൾ കാണാനായിട്ട് കഴിയും. ഈ 8 ആരക്കാലുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരു ചോദ്യം വന്നേക്കാം. അത്തരത്തിലൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം
ഒരു ദിവസത്തിലെ 8 യാമങ്ങളെയാണ് NSS ചിഹ്നത്തിലെ 8 ആരക്കാലുകൾ സൂചിപ്പിക്കുന്നത്. സോ പഠിച്ചു വെച്ചേക്കാം. എന്തിനാണ് NSS ചിഹ്നത്തിലെ 8 ആരക്കാലുകൾ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തിലെ 8 യാമങ്ങളെയാണ്. ഇനി ഒരു ഇതും കൂടെ ഉണ്ട്. NSS ചിഹ്നം എന്തിൻ്റെ ലളിതവൽകൃത രൂപമാണ്? ഉത്തരം ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ അത്തരത്തിലൊരു ചക്രം നിങ്ങൾ ഗൂഗിളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോട്ടിലൊക്കെ ഏതോ ഒരു കറൻസി നോട്ടിലുണ്ട്, അതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സോ ആ കറൻസി നോട്ടിലൊക്കെ ഇത്തരത്തിൽ ഒരു കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൽ ഒരു രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ചിത്രത്തിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് ആ ചിത്രത്തിൻ്റെ ഒരു ലളിതവൽകൃത രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള NSSൻ്റെ ചിഹ്നം. സോ NSSൻ്റെ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലെ രഥത്തിൻ്റെ ചക്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലളിതവൽകൃത രൂപമാണ് NSSൻ്റെ ചിഹ്നം എന്ന് പഠിച്ചു വെച്ചേക്കുക. NSSൻ്റെ ചിഹ്നത്തിലെ 8 ആരക്കാലുകൾ സൂചിപ്പിക്കുന്നത് ഒരു ദിവസത്തിലെ 8 യാമങ്ങളെയാണെന്നും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെയും ചോദിച്ചേക്കാം. ചില ടീച്ചേഴ്സൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ ഇടുമെന്ന് അറിയത്തില്ല. ഒരു ദിവസത്തിൽ എത്ര യാമങ്ങളുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. നമ്മൾ നോക്കുമ്പോൾ NSSുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യം, പക്ഷേ ഇത്തരത്തിലൊരു ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ചില ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ടളയും. അതും കൂടി പഠിച്ചു വെച്ചേക്കുക. ഒരു ദിവസത്തിൽ 8 യാമങ്ങളുണ്ട്. എവിടെ നിന്ന് എന്ത് വരുമെന്നൊന്നും നമുക്ക് പറയത്തില്ല. NSSൻ്റെ എക്സാമിന് അങ്ങനെ സിലബസ് ഒന്നുമില്ല. NSSുമായി ബന്ധം ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ അടുത്ത ചോദ്യം, NSS ചിഹ്നത്തിലെ ചക്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചക്രം സാധാരണ രീതിയിൽ എന്തിനാണോ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് NSSൽ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ചക്രം എന്തിനെന്ന്, ഇപ്പം നിങ്ങൾ NSSലെ ചിഹ്നത്തിലെ ചക്രം എന്തിനെന്ന് ചോദിച്ചാൽ ചക്രം എന്തിനെന്നങ്ങ് എഴുതി വെച്ചാൽ മതി. ചക്രങ്ങൾ എന്തിനാ? ചലിക്കാൻ, വാഹനങ്ങളും മറ്റുമൊക്കെ ചലിക്കാനല്ലേ ചക്രം. സോ NSSലെ ചക്രം സൂചിപ്പിക്കുന്നതും ചലനത്തെയാണ്. ആ ചലനം സൂചിപ്പിക്കുന്നത് സാമൂഹിക മാറ്റത്തെയാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന ടീച്ചർ ഇൻഡയറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് NSS ചിഹ്നത്തിലെ ചക്രം ചലനത്തെയാണ് സൂചിപ്പിക്കുന്നത്, ആ ചലനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, റിയാലിറ്റിയാണ്. സോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ ഉത്തരം എഴുതി വെച്ചേക്കുക. ചലനം സാമൂഹിക മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. NSSൻ്റെ ലക്ഷ്യം എന്താണ്? 1 വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് ഇത്തരത്തിലൊരു ചോദ്യം വരാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. സാമൂഹ്യ സേവനത്തിലൂടെയുള്ള വ്യക്തിത്വ വികാസം. ഓക്കെ, അതാണ് NSSൻ്റെ ലക്ഷ്യം. ഈ ആശയം മുന്നോട്ട് വെച്ചതാരാന്ന് ചോദിച്ചാലും നേരത്തെ പറഞ്ഞ ആ സാധനം ഓർമ്മിച്ചാൽ മതി. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് മിക്കാറുള്ളതും മഹാത്മാഗാന്ധി ആയിരിക്കും. ഓക്കെ, സോ NSSൻ്റെ ലക്ഷ്യം എന്താണ്? സാമൂഹ്യ സേവനത്തിലൂടെയുള്ള വ്യക്തിത്വ വികാസം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, NSS ചിഹ്നത്തിലെ ചുവപ്പ് നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, ആ ചിഹ്നത്തിലെ ചുവപ്പ് നിറമുണ്ട്, നീല നിറമുണ്ട് അല്ലേ? അതിൽ ചുവപ്പ് നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലത, ഉത്സാഹം എന്നിവയെ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക, NSS ചിഹ്നത്തിൽ യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലത, ഉത്സാഹം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് എന്നൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. അങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം എന്താണ്? NSS ചിഹ്നത്തിലെ ചുവപ്പ് നിറമാണ് യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലത, ഉത്സാഹം എന്നിവയൊക്കെ കാണിക്കുന്നത്. വേണമെങ്കിൽ ഒരു കോഡ് പറഞ്ഞുതരാം. ചുവപ്പ് നിറം എന്ന് പറയുമ്പോൾ രക്തം അല്ലേ, നമ്മൾ ചോരത്തിളപ്പ് എന്നൊക്കെ പറയും. സോ നമുക്ക് ചോരത്തിളപ്പ് കൂടുതലുള്ളത് യുവത്വത്തിനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഊർജ്ജവും ഉത്സാഹവും ഒക്കെ ഉള്ളവരെയല്ലേ നമ്മൾ ചോരത്തിളപ്പുള്ളവരെന്ന് വിളിക്കുക. സോ അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. ചുവപ്പ് നിറം. ഇപ്പോൾ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് ചോരത്തിളപ്പുള്ള യുവത്വത്തെ, അല്ലെങ്കിൽ അവരുടെ കൂടുതലായ ഊർജ്ജത്തെ, അല്ലെങ്കിൽ അവരുടെ ഉത്സാഹത്തെയൊക്കെയാണ് ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത്. സോ ആ ഒരു കണക്ഷനിൽ പഠിച്ചു വെച്ചേക്കുക. ചോരത്തിളപ്പ്, ചുവപ്പ്, യുവത്വം, ഊർജ്ജം, ഉത്സാഹം. ഓക്കെ, ആ ഒരു രീതി പഠിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ മറ്റൊരു നിറം കൂടി കണ്ടല്ലോ, അത് നീല നിറമാണ്. നീല നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മാനവക്ഷേമത്തിനായി സ്വയം സമർപ്പിക്കാൻ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഒരു കോഡ് പറഞ്ഞു തരാം. നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നയിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരംഗമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് എപ്പോഴും പറയുന്ന കാര്യം എന്താ? നമ്മൾ മാനവക്ഷേമത്തിനായി സ്വയം സമർപ്പിക്കാൻ തയ്യാറാകണമെന്നായിരുന്നു അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ കോൺഗ്രസിൻ്റെ നിറം നീലയല്ലേ? നമ്മളിപ്പോൾ പൊതുവെ ഇലക്ഷൻ ചാനലൊക്കെ കാണുമ്പോൾ ചുവപ്പ് നിറം LDFനും അല്ലെങ്കിൽ CPMന് കൊടുക്കും, ഓറഞ്ച് BJPക്ക് കൊടുക്കും, കോൺഗ്രസ്സിന് എപ്പോഴും കൊടുക്കാൻ നീല നിറമായിരിക്കില്ലേ? ഓക്കെ, സോ ആ ഒരു കണക്ഷനിൽ പഠിച്ചു വെച്ചേക്കുക. എല്ലാവരെയും സേവനത്തിലേക്ക് അല്ലെങ്കിൽ മാനവക്ഷേമത്തിനായിട്ട് സ്വയം സമർപ്പിക്കാൻ എല്ലാവരോടും തയ്യാറാകണം എന്ന് പറയുന്നത്
കോൺഗ്രസ് ആയിരുന്നു. സോ ആ കോൺഗ്രസിൻ്റെ നിറം നീലയാണ്. എസ് അത് തന്നെയാണ്. നീല നിറം സൂചിപ്പിക്കുന്നത് മാനവക്ഷേമത്തിനായി സ്വയം സമർപ്പിക്കാൻ തയ്യാറാകണമെന്നാണ്. ഞാൻ ഈ പറയുന്നതൊന്നും ഫാക്റ്റൊന്നുമല്ല, ഇതും ഇൻ്റർനാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എളുപ്പ കോഡിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല, കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പ കോഡിന് വേണ്ടിയിട്ട് പറയാണ്. സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇത് കാണുന്ന വഴി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമ ചോദിക്കുന്നു. സോ ഇത് നമുക്ക് പഠിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പമായിരിക്കും. സോ അതുകൊണ്ട് പറയുന്നതാണേ. ദെൻ അടുത്ത ചോദ്യം, NSS ഗീതം എന്താണ്? പഠിച്ചു വെച്ചോ, ചോദിക്കും. മനസ്സ് നന്നാവട്ടെ. NSS ഗീതം എങ്ങനെയാണ് തുടങ്ങുന്നതെന്നൊക്കെ ചോദിക്കും. മനസ്സ് നന്നാവട്ടെ. ഈ ഗീതം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ NSSൻ്റെ ഭാഗമായാൽ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. ഓക്കെ, നിങ്ങൾ എന്ത് പ്രോഗ്രാം വന്നാലും നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്. അതാണ് NSSൻ്റെ ഗീതം. അത് നിങ്ങൾ പഠിച്ചാലേ പറ്റൂ, NSSൻ്റെ ഭാഗമായാൽ. സോ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ ഒരു എക്സാമിനും ചോദിച്ചേക്കാം. NSS ഗീതം ആരംഭിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ NSS ഗീതം എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം മനസ്സ് നന്നാവട്ടെ എന്ന് തുടങ്ങുന്ന ഗീതമാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ചോദിച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ വോളണ്ടിയേഴ്സ് ഡേ എന്നാണ് ഇൻ്റർനാഷണൽ വോളണ്ടിയേഴ്സ് ഡേ. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ SPC ഒക്കെ അല്ലെങ്കിൽ NCC ഒക്കെ ഉള്ള കുട്ടികളെ നമ്മൾ പറയുക കേഡറ്റ്സ് എന്നായിരിക്കും. കേഡറ്റ്സ് എന്നാണ് പറയുക അല്ലേ? SPC കേഡറ്റ്സ്, NSS കേഡറ്റ്സ്, NCC കേഡറ്റ്സ്. പക്ഷേ NSSലുള്ള കുട്ടികളെ NSS കേഡറ്റ്സ് എന്ന് പറയില്ല, NSS വോളണ്ടിയേഴ്സ് എന്നായിരിക്കും പറയുക. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, NSSലേക്ക് ചേരാൻ പോകുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ. ദെൻ ഈ ഇൻ്റർനാഷണൽ ഡേ ഫോർ വോളണ്ടിയേഴ്സ്, ഇൻ്റർനാഷണൽ വോളണ്ടിയേഴ്സ് ഡേ എന്നാണെന്നും കൂടി പഠിച്ചു വെച്ചേക്കുക. ഡിസംബർ 5-നാണ് ഇൻ്റർനാഷണൽ വോളണ്ടിയേഴ്സ് ഡേ വരുന്നത്. സോ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. ദെൻ NSS പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ചോദിച്ചേക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാംസിനും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് NSS പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആണ്. ഓക്കെ, സോ NSSൽ വരുന്നതെല്ലാം യൂത്താണ്. സോ യുവജനങ്ങളാണ്, കുട്ടികളാണ്. അതുമായി ബന്ധപ്പെട്ട മന്ത്രാലയവും തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആയിരിക്കും, വിദ്യാഭ്യാസ വകുപ്പല്ല. ഓക്കെ, എല്ലാവരും എഴുതി വെച്ച് തെറ്റിക്കുന്ന കാര്യമാണ്. NSS ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരും? ഉത്തരം ഉടനെ സ്കൂളുകളിലല്ലേ, അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം അല്ല, തെറ്റ. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിൻ്റെ കീഴിലാണ് NSS വരുന്നത്. സോ അത് തിരിഞ്ഞു പോവാതെ തെറ്റാതെ പഠിച്ചു വെച്ചേക്കാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതത്തിലെ ഏറ്റവും മികച്ച NSS പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതി ഏത്? ഉത്തരം NSS നാഷണൽ അവാർഡ് അഥവാ NSS ദേശീയ പുരസ്കാരമാണ്. NSSലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം. നിങ്ങൾ NSSൻ്റെ വോളണ്ടിയേഴ്സൊക്കെ ആയാൽ തീർച്ചയായിട്ടും ആ പുരസ്കാരമൊക്കെ മേടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഈ ഒരു PDF ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കമൻറ്റ് ഇടുക. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലത്തെ NSSൻ്റെ റിട്ടേൺ ടെസ്റ്റിൻ്റെ മറ്റൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു. അതിന് അത്യാവശ്യം റീച്ചും വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത് ജസ്റ്റ് എൻ്റെ വോയിസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത് നമുക്ക് മോണിറ്റൈസേഷൻ്റെ എല്ലാ ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ചെയ്തെങ്കിലും നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ തരുമല്ലോ എന്ന് പറഞ്ഞു, ഫേസ് കാണിക്കാത്തതുകൊണ്ട്. സോ അതുകൊണ്ടാണ് ഫേസൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂ ഇൻ്റർഫേസിൽ വീഡിയോസൊക്കെ ഇടുന്നത്. ഇത് ഇഷ്ടമായോ എന്ന് പറയുക. അന്ന് ഞാൻ NSSൻ്റെ റിട്ടേൺ ടെസ്റ്റിൻ്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയ വീഡിയോ ആണെങ്കിൽ അത് പറയുക. NSSനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് NSSൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെന്നൊക്കെയുള്ള വീഡിയോ വേണമെങ്കിൽ അത് പറയുക. മറ്റു ക്വിസ് വീഡിയോസ് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളിനിയിപ്പോൾ ആക്റ്റീവായിട്ട് നമ്മുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.